ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കോടൻ സ്റ്റൈല് കൂന്തൽ നിറച്ചതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. എന്നാൽ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു തവ വെച്ച് കൊടുക്കാം. അതിനകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. രണ്ട് സവോള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്കും ചെറിയുള്ളി ഒരു 5-6 ചെറിയുള്ളി കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അതും ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചിരകിയത് ഒരു അരമുറിയൊന്നും വേണ്ട, അല്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണമില്ല. അപ്പം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറണം. നമുക്ക് 2 മുട്ട എടുക്കാം. അതിന് നമുക്ക് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട നന്നായിട്ട് ഉടച്ച് നമുക്ക് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം മുട്ടയും നമ്മുടെ ഉള്ളിയും സവോളയും തക്കാളിയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അതിനെ എടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തലിനെ എടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് നന്നായിട്ട് അങ്ങേയറ്റം വരെ എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഫില്ല് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അത് പൊട്ടി അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്നും പുറത്ത് പോകാതിരിക്കാൻ നമുക്ക് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഇങ്ങനെയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നതൊന്നും പുറത്തോട്ട് പോയില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ആവിയിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒരു
അപ്പച്ചെമ്പെടുത്ത് അതിനകത്തോട്ട് ഇതിനെല്ലാം പെറുക്കി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നന്നായിട്ട് ആവി കയറി അത് ആദ്യം തന്നെ ഒന്ന് വെന്ത് കിട്ടണം. പിന്നെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. 2 ഭാഗവും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ട മുളക് പൊടി എല്ലാം ചേർത്ത് നമുക്കൊരു കൂട്ടുണ്ടാക്കി വെക്കാം. അതിനാവശ്യമായത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകിനെ നമുക്കൊരു തവയിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തലിന് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് വെച്ചൊന്ന് പോയി വേവിക്കണം കേട്ടോ. കാരണം അത് നന്നായിട്ട് റോസ്റ്റ് ആകുന്ന സമയത്ത് അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒന്ന് അടച്ച് വെക്കണം. പിന്നെയും നമുക്ക് അതിന് 2 വശവും മറിച്ചും തിരിച്ചു വിട്ട് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോൾ കൂന്തൽ കിട്ടിയാലും നമ്മളിങ്ങനെ മാത്രമേ ചെയ്തുള്ളൂ. അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒത്തിരി പണിയുണ്ടെന്നൊക്കെ, പക്ഷേ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അത് മുറിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഇരിക്കും. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയറും